അടുത്തതായി ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയിൽ ദീർഘകാലം പ്രവർത്തിച്ചിരുന്ന ഒരു പ്രവർത്തകന്റെ യാത്രയയപ്പ് ചടങ്ങാണ്. 38 വർഷത്തെ പ്രവാസ ലോക ജീവിതം അവസാനിപ്പിച്ച് ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയുടെ ജോയിന്റ് ട്രഷററായി സേവനമനുഷ്ഠിക്കുകയും 4 തവണ മാനേജിംഗ് കമ്മിറ്റി മെമ്പറാവുകയും ഒക്കെ ചെയ്തിട്ടുള്ള ശ്രീമാൻ EF ജോർജ്, അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. തന്റെ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ച് തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന ശ്രീമാൻ EF ജോർജ് നിരവധി തവണ അസോസിയേഷന്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അസോസിയേഷന്റെ ജോയിന്റ് ട്രഷററായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകുകയാണ്. ശ്രീ EF ജോർജിനെ 2 വാക്ക് സംസാരിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു. വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് YA റഹീം, ജനറൽ സെക്രട്ടറി ബിജു സോമൻ, ട്രഷറർ ബാലാജി, മറ്റ് മഹൽ വ്യക്തികളെ, എൻ്റെ സുഹൃത്തുക്കളെ, 36 വർഷത്തെ സേവനത്തിന് ശേഷം നാട്ടിലേക്ക് പോവുകയാണ്. ഇത്രയും ഒരു ലോങ് ടേം എനിക്ക് വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് അനുവദിച്ച ഇവിടുത്തെ ഭരണാധികാരികളെ ആദ്യമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നു. അവരുടെ സ്നേഹവും നന്ദിയും ഞാൻ ആദ്യമായിട്ട് പറയുകയാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഷാർജ ഇന്റർനാഷണൽ എയർപോർട്ടിൽ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അസോസിയേഷൻ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി കണ്ടുകൊണ്ട് അതിനുവേണ്ടി മാക്സിമം ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ അവസരത്തിൽ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ പോലും നമ്മൾ പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ ദാരുണമായ ഒരു മരണം, എനിക്ക് നമ്മുടെ നാട്ടാൾക്കാർ പറയാനുള്ളത്, ഒരു നിയമനിർമ്മാണത്തിലൂടെ ഇത്തരം ക്രിച്ചേഴ്സ് നമുക്ക് ആവശ്യമില്ല ഈ സമൂഹത്തിൽ. എലിമിനേറ്റ് ദം ഫ്രം ദ സൊസൈറ്റി. അതിനനുസരിച്ച് നിയമം ഉണ്ടാക്കിക്കൊണ്ട് ശക്തമായി അതിന് പ്രതികരിച്ചില്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ ഒരു വലിയ രൂപത്തിലേക്ക് ഒന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ മരണപ്പെട്ട കുട്ടിയുടെ മാതാപിതാക്കളുടെ മുന്നിൽ എല്ലാ പ്രാർത്ഥനകളും ഞാൻ അർപ്പിക്കുന്നു. അവർക്ക് ശാന്തി സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.